അർച്ചന എളമക്കരയിലെ അദ്ദേഹത്തിന്റെ വസതിയിലാണ് നിൽക്കുന്നത്. അവിടെ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ എത്രത്തോളമായി? മാത്രമല്ല ആരാധകരുടെ ഒഴുക്ക് തുടരുകയാണല്ലേ? തീർച്ചയായും ഇപ്പോഴും ആളുകൾ അദ്ദേഹത്തെ അവസാനമായി കാണാൻ എളമക്കരയിലെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അവസാനഘട്ട ക്രമീകരണങ്ങളാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ വീടിനകത്ത് നിന്ന് മൃതദേഹം പുറത്തേക്ക് എത്തിക്കും. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളുമാണ് ഇപ്പോൾ ബന്ധുക്കൾ നടത്തുന്നത്. അതിനുശേഷം ബോഡി ഇവിടെ എത്തിക്കും. നിരവധി ആളുകൾ രാവിലെ മുതൽ അദ്ദേഹത്തെ അവസാനമായി കാണാൻ എത്തുന്നുണ്ട്. ഇനിയുള്ള മണിക്കൂറുകളിൽ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ഏർപ്പാടാക്കുന്നത്. ഏകദേശം 9 മണിയോടെ തന്നെ പൊതുദർശനം നടക്കുന്ന ഹാളിലേക്ക് അദ്ദേഹത്തിൻ്റെ ബോഡി എത്തിക്കാനാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം 12:30 വരെ അവിടെ പൊതുദർശനം തുടരും. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക ഏകദേശം 4 മണിയോടെ. എന്തായാലും നിരവധിയായി മലയാള സിനിമയ്ക്ക് അത്രമാത്രം പ്രിയപ്പെട്ട ഒരു സംവിധായകനാണ്. കാരണം പലരെയും അത്തരത്തിൽ മികച്ച നായകനാക്കി മാറ്റിയതിൽ വലിയ പങ്ക് വഹിക്കാൻ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് ഏറെ ഹൃദയബന്ധമുണ്ട്. അതുകൊണ്ട് നിരവധിയായ സിനിമ രംഗത്തെ ആളുകൾ അദ്ദേഹത്തെ അവസാനമായി കാണാനെത്തും. ഏകദേശം 2021 അദ്ദേഹം സ്വതന്ത്ര സംവിധായകനായി മലയാള രംഗത്തേക്ക് എത്തുന്നതിന് മുന്നേ അദ്ദേഹത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി നിരവധി സിനിമകളിൽ അദ്ദേഹം അസിസ്റ്റന്റ് ഡയറക്ടറായി എത്തിയിട്ടുണ്ട്. അതിൽ റാഫി മെക്കാട്ടിൻ കൂട്ടുകെട്ടിലാണ്. എന്തായാലും ഒരു ചിരിയുടെ വസന്തം മലയാളികൾക്ക് സമ്മാനിച്ച ഒരു സംവിധായകനാണ്. എന്നും അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഓർക്കാത്ത അല്ലെങ്കിൽ അതിലെ സംഭാഷണങ്ങൾ പറയാത്ത മലയാളികൾ ഉണ്ടാകില്ല. ഷാഫി സംവിധാനം ചെയ്ത മിക്ക ചിത്രങ്ങളും ഇന്നും കാലഘട്ടത്തിൻ്റെ ഒരു പുതുമ ഭേദിക്കുന്ന ചിരിയുടെ വസന്തം തീർത്താണ് മുന്നോട്ട് പോകുന്നത്. അത്തരത്തിൽ എന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ട സിനിമകൾ. ആദ്യം ചെയ്യുന്ന സിനിമ ആനന്ദം പരമാനന്ദമാണ്. അത് 2021 അത് സൂപ്പർ ഹിറ്റായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം കല്യാണരാമൻ എന്ന ചിത്രം, ദിലീപിനെ നായകനാക്കി കല്യാണരാമൻ എന്ന ചിത്രം എടുക്കുന്നത്. അതിലും വലിയ സൂപ്പർ ഹിറ്റായിരുന്നു. അങ്ങനെ തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു സംവിധായകനാണ്. മാത്രമല്ല ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ വേഷമിട്ട നായകന്മാരെല്ലാം തന്നെ പിന്നീട് മികച്ച നായകന്മാരായി മാറുന്നതാണ് നമ്മൾ കണ്ടത്. അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ ജനപ്രിയമാക്കാൻ ഈ നായകന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനമായും പൃഥ്വിരാജ്, ദിലീപ് ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ എത്തുകയും പിന്നീട് മലയാളികൾക്ക് പ്രിയപ്പെട്ട നായകന്മാരായി മാറുകയും ചെയ്ത ആളുകളാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ ചുവടുവെച്ച സിനിമാ രംഗത്ത് സജീവമായ ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരൊക്കെ തന്നെ അവസാനമായി അദ്ദേഹത്തെ കാണാൻ ഇവിടെ എത്തും. മമ്മൂട്ടി കഴിഞ്ഞ 2 ദിവസങ്ങളിലും അദ്ദേഹത്തെ കാണാൻ സ്വകാര്യ ആശുപത്രിയിൽ എത്തിയിരുന്നു. സംവിധായകന്മാർ, നടന്മാർ എല്ലാം തന്നെ അദ്ദേഹത്തെ അവസാനമായി കാണാൻ ആശുപത്രിയിൽ എത്തിയിരുന്നു. അവസാന നാളുകളിലും അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷ സിനിമാ ലോകം വെച്ച് പുലർത്തിയെങ്കിലും അതെല്ലാം വിഫലമായിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ. ഏകദേശം 16-നാണ് അദ്ദേഹം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് അതീവ ഗുരുതരമായി തന്നെ തുടരുകയായിരുന്നു. പിന്നീട് 4-5 ദിവസത്തോളം അദ്ദേഹം വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ ചികിത്സ നടത്തുകയും ചെയ്തു. ഏകദേശം ഇന്നലെ 12:30 അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത എത്തുന്നത്. എന്തായാലും സിനിമാ ലോകത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ തീരാനഷ്ടം തന്നെയാണ്. കാരണം അത്രമാത്രം അദ്ദേഹം സിനിമാ ലോകത്തിന് സംഭാവന നൽകിയിട്ടുണ്ട്. ഒരു ചിരിയുടെ വസന്തം തീർത്തിട്ടുണ്ട്. മലയാളികളുടെ ഹൃദയത്തിൽ അടയാളപ്പെടുന്ന അത്തരത്തിൽ അനവധിയായ ചിത്രങ്ങൾ അദ്ദേഹം നമുക്ക് നൽകിയിട്ടുമുണ്ട്. തൊട്ടതെല്ലാം പൊന്നാക്കിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. അങ്ങനെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിരവധിയായ സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ചു. 2022 ആനന്ദം പരമാനന്ദം എന്ന ചിത്രമാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ചിത്രം. മമ്മൂട്ടിയെ തന്നെ കഥാപാത്രമാക്കി ഏകദേശം 3-4 സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഏകദേശം 18ഓളം സിനിമകളാണ് ചെയ്തത്. അതിലൊന്ന് തമിഴ് ചിത്രവും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എന്തായാലും റാഫി മെക്കാട്ടിൻ കൂട്ടുകെട്ടിൻ്റെ അസിസ്റ്റൻ്റായാണ് അദ്ദേഹം തുടങ്ങുന്നത്. റാഫിയിൽ നിന്നാണ്, സ്വന്തം സഹോദരനിൽ നിന്നാണ് സിനിമയെക്കുറിച്ച് അദ്ദേഹം അറിയുന്നതും ഈ സിനിമാ രംഗത്തോട് ഉള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നതും. അങ്ങനെ ഏകദേശം 1996 രാജസേന സംവിധാനം ചെയ്ത ദില്ലിവാല രാജ്കുമാർ എന്ന സിനിമയിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറാവുന്നത്. അന്നാണ് അദ്ദേഹം സിനിമാ ലോകത്ത് ആദ്യമായി ചുവടുവെക്കുന്നതും. തുടർന്ന് റാഫി മെക്കാട്ടിൻ്റെ അസിസ്റ്റൻ്റായി വരികയും അവിടെ നിന്നും ഇത്തരത്തിൽ സിനിമയെക്കുറിച്ച് കൂടുതൽ പഠിച്ച് അദ്ദേഹം സ്വതന്ത്ര സംവിധായകനായി ഏകദേശം 2001 സിനിമ സംവിധാനം ചെയ്യുകയുമായിരുന്നു. എന്തായാലും അങ്ങനെ ഒട്ടനവധി ചിത്രങ്ങൾ ഈ 2001 ശേഷം മലയാളികൾക്ക് അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട്. ചിരിയുടെ മാലപ്പടക്കം പൊട്ടിക്കുന്ന ചിത്രങ്ങളാണ്. നിറഞ്ഞ തിയേറ്ററുകൾ
തിയേറ്ററുകളിലാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം ഓടിയത്. അത്തരത്തിൽ മികച്ച സിനിമകൾ, അത് മലയാളികൾ ഉള്ളിടത്തോളം കാലം ഓർക്കുന്ന ചിത്രങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ട്രോളുകളും അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളും പറയാത്ത മലയാളികൾ വളരെ ചുരുക്കമായിരിക്കും. അത്തരത്തിൽ നമ്മുടെ നിത്യജീവിതത്തിലൂടെ എല്ലാം തന്നെ കടന്നു പോകുന്ന സംഭാഷണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലുള്ളതെല്ലാം തന്നെ. അങ്ങനെ ഷാഫി എന്ന സംവിധായകൻ മലയാളികൾക്ക് നൽകിയത് ഒട്ടനവധി ചിത്രങ്ങളാണ്. അത് എന്നും മലയാളികൾ ഉള്ളിടത്തോളം കാലം ഓർക്കുന്ന ചിത്രങ്ങളാണ്. അത്തരത്തിലൊരു സംവിധായകനെ കൂടിയാണ് ഇപ്പോൾ നഷ്ടമായത്. ലോലിപോപ്പ്, അതുപോലെ ചട്ടമ്പിനാട്, ചോക്ലേറ്റ് തുടങ്ങിയ ചിത്രങ്ങളെല്ലാം തന്നെ പൃഥ്വിരാജും അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്. പൃഥ്വിരാജിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമകൾ എന്ന് പറയുന്നത് ഈ ഷാഫി സംവിധാനം ചെയ്ത ചിത്രങ്ങളാണ്. അങ്ങനെ ഓരോ ഈ സിനിമാ മേഖലയിൽ കാലെടുത്ത് വെക്കുന്നതെല്ലാം റാഫി പോലത്തെ സംവിധായക ചിത്രങ്ങളോടാണ്. അത് ജനപ്രിയ ചിത്രങ്ങളായി മാറുകയും അങ്ങനെ ഈ നടന്മാരും വലിയ രീതിയിൽ ആളുകൾക്കിടയിൽ പ്രിയപ്പെട്ട നായകന്മാരാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ മലയാള സിനിമാ ലോകത്തെ വലിയ സംഭാവനകൾ നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ എന്നും ഓർത്തു വെക്കുന്ന ചിത്രങ്ങൾ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും ആ തീരാ നഷ്ടം മലയാള സിനിമാ ലോകത്തെ സംബന്ധിച്ച് വലിയ വിടവാങ്ങലാണ്. അതുകൊണ്ട് തന്നെ നിരവധിയായ ആളുകൾ അദ്ദേഹത്തെ അവസാനമായി കാണാൻ ഇളമക്കരയിലെ വീട്ടിലും അതുപോലെ പൊതുദർശനം നടക്കുന്ന മണപ്പാട്ടിപ്പറമ്പിലെ ഹാളിലും എത്തുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. അതിൻ്റെ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ബന്ധുക്കളും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമെല്ലാം ചേർന്ന് ഒരുക്കുന്നത്. എന്തായാലും മലയാളികളെ കുടുകുടാ ചിരിപ്പിച്ച, മലയാളികൾക്ക് ചിരിയുടെ വസന്തം തീർത്ത ഒരു സംവിധായകൻ്റെ വിടവാങ്ങൽ, അത് മലയാള സിനിമാ ലോകത്തെ സംബന്ധിച്ച് തീരാ നഷ്ടം തന്നെയാണ്. വിജി. മലയാളിയെ കൊടുകൂടെ ചിരിപ്പിച്ച ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കിയ സംവിധായകൻ ഷാഫി അന്തരിച്ചു. തലച്ചോറിൽ രക്തസ്രാവമുണ്ടായതിനെ തുടർന്ന് ഒരാഴ്ച മുൻപ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഷാഫി 7 ദിവസമായി അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. ഇന്നലെ രാത്രിയോടെയായിരുന്നു വിയോഗം. മൃതദേഹം ഇന്ന് രാവിലെ ഇടപ്പള്ളി BTS റോഡിലെ സ്വവസതിയിലും തുടർന്ന് 9 മണി മുതൽ 12 മണി വരെ മണപ്പാട്ടിപ്പറമ്പ് കൊച്ചിൻ സഹകരണ ബാങ്ക് ഹാളിലും പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് കലൂർ മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ നടക്കും. വിവരങ്ങളാണ് അർച്ചന പങ്കുവെച്ചുകൊണ്ടിരുന്നത്.